എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും നമ്മുടെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആധികാരികമായിട്ടുള്ള ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഈ രജിസ്ട്രേഷൻ നമ്മൾ ഉറപ്പാക്കിയതാണ്. തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുണ്ട്. അവരുടെ പ്രസവാനന്തര ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് PMMBY അഥവാ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയും രണ്ടാമത് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് 6000 രൂപയ്ക്കുള്ള അർഹതയുണ്ട്. ആ അർഹതകളൊക്കെ കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നതിനാണ് PMMBY സൈറ്റ് വഴിയും PMMBY ആപ്ലിക്കേഷനിലൂടെയും നമ്മൾ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നത്. അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട അംഗൻവാടി വർക്കർക്കാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടീച്ചർക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തടസ്സങ്ങൾ കൂടാതെ അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യാനും അവർക്ക് ആനുകൂല്യം യഥാർത്ഥമായി DBTയിലൂടെ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി തിരിച്ചറിയുക. ആദ്യമായി ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയം PMMBY സോഫ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജാണ് കാണാൻ കഴിയുക. ഈ ഭാഗങ്ങളൊക്കെ എന്തിനാണ് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുടക്കം കൂടാതെ അല്ലെങ്കിൽ പെൻഡിങ് വയ്ക്കാതെ എല്ലാ അപേക്ഷകളും നമുക്ക് മുന്നോട്ട് അയക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഗുണഭോക്താവിൻ്റെ വിവരശേഖരണങ്ങൾ അടങ്ങുന്ന പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും, അതായത് RCH ID ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ആബായ രജിസ്ട്രേഷൻ, LMB ഡീറ്റെയിൽസ്, ANC ഡീറ്റെയിൽസ്, കുട്ടി ജനിച്ചോ ഇല്ലയോ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കുന്ന സമയം ഈ പ്രിവ്യൂ എന്ന് കാണുന്ന ഭാഗത്താണ് ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗത്ത് പ്രിവ്യൂ കൊടുക്കുന്നതിന് ശേഷം ഈ ഭാഗത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ തെളിഞ്ഞു വരും. അതായത് ചെക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോഷൻ ട്രാക്കർ എന്നുള്ള നീല നിറത്തിലുള്ള ഒരു ബട്ടണും ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള പച്ച നിറത്തിലുള്ള ബട്ടൺ. ഇത് 2 എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. നമ്മളൊരു ഗുണഭോക്താവിൻ്റെ അപേക്ഷാ ഫോറം എല്ലാം പൂർത്തിയാക്കി സബ്മിറ്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രിവ്യൂ കൊടുക്കുന്ന സമയം ഈ ഓപ്ഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നീല നിറത്തിലുള്ള ബട്ടൺ ശ്രദ്ധിക്കുക. ഈ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് പോഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവ് തന്നെയാണോ ഇവരെന്ന് അറിയാനും പോഷൻ ട്രാക്കറിനകത്ത് ഇവരുടെ FRs പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ചെക്കിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഗുണഭോക്താവിൻ്റെ PMMBY അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ നിർബന്ധമായിട്ടും ഇവർ പോഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇവരുടെ FRസും പൂർത്തിയാക്കണം എന്നുള്ളതാണ്. എല്ലാം പൂർത്തിയാക്കിയിട്ടും ഇത്തരത്തിൽ ചെക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോഷൻ ട്രാക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ഫേസ് ഓതൻറ്റിക്കേഷൻ എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും എറർ നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഒരു അലേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് ദി ബെനിഫിഷ്യറി ഹാസ് നോട്ട് ബീൻ ഡൺ സക്സസ്ഫുള്ളി ഫ്രം പോഷൻ ട്രാക്കർ എന്നും കൈൻഡ്ലി ഡയറക്ട് ദ ബെനിഫിഷ്യറി ടു ഗെറ്റ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോഷൻ ട്രാക്കർ എന്നുള്ള ഒരു അലേർട്ട് സന്ദേശമാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ രണ്ടാമത് കാണുന്ന പച്ച ബട്ടൺ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുത്ത് ഈ അപേക്ഷ പൂർത്തിയാക്കേണ്ടത്. ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു വൃത്തം വരും. ആ വൃത്തത്തിനുള്ളിൽ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണോ ഗുണഭോക്താവിൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്, തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യങ്ങൾ ഈ കോളത്തിനുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രൈറ്റ് ഫേസ് ആക്കി ഐ ബ്ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സമയം ഫോട്ടോ എടുത്ത് ആ അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യാൻ സാധിക്കും. അതിനാണ് രണ്ടാമത് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുശേഷം അപേക്ഷാ ഫോറം സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഇങ്ങനെയാണ് ഈ 2 ഓപ്ഷനുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ ആധികാരികമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഗുണഭോക്താക്കളെ എല്ലാം തന്നെ നിർബന്ധമായിട്ടും പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. FRസും KYCയും പൂർത്തിയാക്കണം. മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. എന്നാൽ മാത്രമാണ് തടസ്സങ്ങളില്ലാതെ മുടക്കം വരാതെ അവരുടെ PMMBY അപേക്ഷ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും ദിവസങ്ങളിൽ പോഷകഭാഷ എന്ന ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്ന സമയം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് PMMBY അപേക്ഷകൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കുക. താങ്ക്